ഹലോ. ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു പുറത്ത്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ചായി ഞാൻ ഇത്രയും മഞ്ഞ് കണ്ടിട്ട്. വയനാട്ടിൽ മഞ്ഞെന്ന് പറയുന്നത് സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ല മഞ്ഞൊക്കെ കണ്ട് അങ്ങനെ നിന്നു. പെട്ടെന്ന് തന്നെ ഒരു ചായ കുടിക്കാൻ തോന്നി. വേഗം പോയി ഒരു ചായയൊക്കെ വെച്ച് ചായ എടുത്ത് പുറത്ത് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞുള്ള സമയത്ത് ചെടികളിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികളൊക്കെ വീണിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു ചായയൊക്കെ എടുത്ത് പുറത്ത് വന്ന് ചായയൊക്കെ കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പച്ചമുളക് കുറച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുൽപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മുരിങ്ങയില എടുത്തിട്ട് ഇന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വാടിയിട്ടുണ്ട്. ഉപ്പേരി വന്ന ദിവസം കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് ഉപ്പേരി വെക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അതെല്ലാം അവിടെ ഇരുന്ന് നന്നാക്കി. എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചമാണ്. എൻ്റെ വീട്ടിൽ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ വെളിച്ചെത്താറുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് മുരിങ്ങയിലയും കാര്യങ്ങളെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് മുരിങ്ങയില ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ തണുപ്പൊക്കെ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ചെറിയൊരു പനിക്കോളും ജലദോഷമൊക്കെ തോന്നുന്നുണ്ട്. തൊണ്ടയ്ക്കൊന്നും ഒരു സുഖമില്ല. അതുകൊണ്ട് കഞ്ഞിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. കഞ്ഞിയും അതുപോലെ കണ്ണിമാങ്ങ അച്ചാറും ഉപ്പേരിയും എല്ലാം കൂട്ടി കഴിച്ചു. ആദ്യം പ്ലാവില കുമ്പിളൊക്കെ വെച്ച് കഴിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് കഴിച്ചത്. ഈ കണ്ണിമാങ്ങേൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് എന്തായാലും ആ കുപ്പി ഞാൻ തീർക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറകിലേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു വാഴക്കൊല ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതെല്ലാം നോക്കി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ പേരയ്ക്ക മരത്തിൽ പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ചെറിയ പേരയ്ക്കയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു അവക്കാഡോ മരം കൂടെ ഉണ്ടായി വരുന്നുണ്ട്. ഈ ചെടി എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കടുകിൻ്റെ ചെടിയാണ്. ആദ്യം ഇവിടെ കുറേ അച്ഛൻ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പോയി. ഇന്ന് ഉച്ചയ്ക്ക് സെയിം കഞ്ഞിയിൽ കുറച്ച് ചെറുപയറും കുറച്ച് മുതിരപ്പേരും പിന്നെ ചെറിയൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.